ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിച്ചൊരു മിനിറ്റ് തുടങ്ങാം. പിതാവ് നന്ദിയോട് സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്നത്തെ സെഷനോട് കർത്താവ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ഈ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ കർത്താവ് അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനുള്ള കർവ് കൊടുക്കുന്നതിനോർത്ത് കർത്താവ് നന്ദി പറയുന്നു. കർത്താവ് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിലും ഈ വർഷിപ്പിന്റെ സമയത്തും അതേപോലെ തന്നെ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ തന്നെ കർത്താവ് രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. ഈ വചനം അനേക സ്ഥലങ്ങളിലേക്ക് എത്തുവാനും കർത്താവ് അനേകം ആൾക്കാരിലേക്ക് കർത്താവ് റിവൈവലിന്റെ വലിയൊരു അനോയിന്റിങ് കൊടുക്കുന്നതിനോട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് വർഷിപ്പ് ചെയ്യുന്ന പ്രത സഞ്ജീവനോട് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ റോമിയനോട് കർത്താവ് സ്വാഗതം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ. സോ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് വർഷിപ്പിന് വേണ്ടി വരുന്നത് ആദ്യമായിട്ടാണ് സിസ്റ്റർ റോമി ആൻഡ് ബ്രദർ സഞ്ജീവ് ഈ ഫാമിലി ഓർത്ത് കർത്താവിനൊക്കെ സ്വാഗതം ചെയ്യുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പാട്ടുപാടി കർത്താവിനെ വർഷിപ്പ് ചെയ്യുന്നതായിരിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ ബ്രദർ. അനുഗ്രഹിക്കട്ടെ. വർഷിപ്പ് ലീഡുവാൻ ദൈവം ഒരുക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരു പാട്ടുപാടി ദൈവത്തെ ഹല്ലേലൂയ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ, സേവിച്ചിടാം യേശുവിനെ എന്നുമെന്നും അനന്യനെ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ, സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ദോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ, നോക്കിപ്പാക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ, നോക്കിപ്പാക്കാം
യേശുവിനെ വീണ്ടും വരുന്നവനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആമേൻ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും നമുക്കൊരു പാട്ടുകൂടെ പാടി ദൈവത്തെ ആരാധിക്കാം. പാടും ഞാൻ പരമേശ്വരനോ സതതം, എന്റെ പാപമെല്ലാം പോറ്റിയത് പാടും ഞാൻ പരമേശ്വരനു സതതം. അത്രയുമില്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തുകൊണ്ട് കാത്തിരുന്ന കാലമാതിങ്കൈ. അത്രയും ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തികൊണ്ട് കാത്തിരുന്ന കാലമാതിങ്കൈ. ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ ആർത്തിയെ തീർത്താവാണേ ഞാൻ. ായി ആർത്തിയാരെ ഞാൻ തന്റെ വാർത്തയെനിക്കേകിയം. പാടും ഞാൻ പരമേശ്വരനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരനു സതതം. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകിയവൻ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകിയവൻ. മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ. മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ. മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിൽ ആവിയാൽ പാടും ഞാൻ പരമേശ്വരനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരനു സതതം. ആർക്കും നേടാൻ സാധ്യമല്ല ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. ആർക്കും നേടാൻ സാധ്യമല്ല ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരിപ്പു ഞാൻ. പാർത്ഥിവനൻ ജ്യോതിരങ്ങൾ ഓർത്തവനൻ പ്രാർത്ഥന. പാർത്ഥവനൻ ജ്യോതിരങ്ങൾ ഓർത്തവനൻ പ്രാർത്ഥന. തീർത്തവനൻ ജ്യോതിരങ്ങൾ വാക്കത്തോടെ പാടും ഞാൻ പരമേശ്വരനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയത് പാടും ഞാൻ പരമേശ്വരനു സതതം. ദൂതർക്കും കൂടാവകാശം ലഭ്യമാകുന്ന ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതർക്കും കൂടാവകാശം ലഭ്യമാകുന്ന രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ഭൂതഗണം കാവലതൻ നാനൂറിനമെനിക്ക്. ഭൂതഗണം കാവലതൻ നാനൂറിനമെനിക്ക്. നൂറവനം ഭൂതകളും പൂനവേനി നൽകിയ പാടും ഞാൻ പരമേശ്വരനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരനു സതതം. കഷ്ടതയോ പട്ടിണിയോ ഭദ്രവാമോ നഗ്നതയോ കഷ്ടമോ
യേശുവെ പോലാക്കിടുന്നെന്നെ. കഷ്ടതയോ പട്ടിണിയോ വജ്രമാമോ ഭക്തതയോ കഷ്ടമേ യേശുവെ പോലാക്കിടുന്നെന്നെ. ഒട്ടനേകം സിദ്ധന്മാരോടൊത്തു ചേർന്ന് നിന്ന് സ്തുതി, ഒട്ടനേകം സിദ്ധന്മാരോടൊത്തു ചേർന്ന് നിന്ന് സ്തുതി പ്രാർത്ഥിക്കുവാനവനെന്നെ യോഗ്യമായി തീർത്തലോത്ത് പാടും ഞാൻ. പരമേശനു സതതം എന്റെ പാപമെല്ലാം പോക്കിയതൽ പാടും ഞാൻ. പരമേശനു സതതം കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്കൾ കൊതിച്ചിടും അധികമായി കൊതുകാമോടെ. കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്കൾ കൊതിച്ചിടും അധികമായി കൊതുകാമോടെ. കാലമേറെ ചെല്ലും മുമ്പേ കാകളനാദം കേൾക്കുവാൻ, കാലമേറെ ചെല്ലും മുമ്പേ കാകളനാദം കേൾക്കുവാൻ കാതുകൾ ചോദിക്കുന്നേ കാരുണ്യവാദി ദേവ പാടും ഞാൻ. പരമേശനും സതതം എന്റെ പാപമെല്ലാം പൊക്കിയതൽ പാടും ഞാൻ. പരമേശനും സതതം പാട്ടവും മാലിന്യവുമേ ഒട്ടുമേ ശിരാതെ അവകാശം ലഭ്യമാകുവാൻ. പാട്ടവും മാലിന്യവുമേ ഒട്ടുമേ ശിരാതെ ഉള്ള ഒരു അവകാശം ലഭ്യമാകുവാൻ. ഇഷ്ടമായിട്ടവൻ എന്നെ ചേർത്തിടും മണിയറയിൽ, ചേർത്തിടും മണിയറയിൽ പാട്ടുപാടും കൂട്ടരുമായി കോടി കോടി യുഗം പാടും ഞാൻ. പരമേശനു സതതം എന്റെ പാപമെല്ലാം പൊക്കിയതൽ പാടും ഞാൻ. പരമേശനു സതതം പാടും ഞാൻ. പരമേശനു സതതം എന്റെ പാപമെല്ലാം പൊക്കിയതൽ പാടും ഞാൻ. പരമേശനു സതതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളക്കിൻ നടുവേ മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ഏഴുവിളക്കിൻ നടുവേ ശോഭപൂർണനാം മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രൂപഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ.
ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ ഇഷ്ടങ്ങളൊന്നുമേ യേശുവേ നിന്റെ ഹിതത്തിൽ നിറവേ ഞാൻ പ്രശോഭിക്കട്ടെ എന്റെ ഇഷ്ടങ്ങളൊന്നുമേ യേശുവേ നിന്റെ ഹിതത്തിൽ നിറവേ ഞാൻ പ്രശോഭിക്കട്ടെ ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഏഴുവിളക്കിൻ നടുവേ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ ഏഴുവിളക്കിൻ നടുവേ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ ഹല്ലേലൂയ 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 കർത്താവേ സ്തുതിക്കുന്നു കർത്താവ് ദൈവമേ എത്രത്തോളം കർത്താവേ അടിയങ്ങളെ കർത്താവെ പാടുവാൻ കർത്താവെ ദൈവമേ അങ്ങ് സഹായിച്ച ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് കർത്താവെ ഞങ്ങളുടെ പാട്ടുകൾ പാടുവാൻ കർത്താവെ അങ്ങേ ആരാധിപ്പാൻ ദൈവമേ തന്ന സാവകാശത്തിനായി സ്തുതിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കും കർത്താവ് ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യം മുതൽ അവസാനം വരെ കർത്താവെ പരിശുദ്ധമായ കർത്താവ് നിയന്ത്രിക്കുവാൻ കൃപ ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ 2 3 പേർക്കുള്ള നടത്തി കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കർത്താവെ ഞങ്ങളുടെ സാന്നിധ്യം കർത്താവ് തിരിച്ചറിയുന്നു കർത്താവെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുവാൻ ദൈവമേ നീരാതെ കർത്താവെ ഈ സമയം സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കേൾക്കുന്നവർ കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗ്ഗം സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക ശക്തി പ്രാപിപ്പാൻ കർത്താവ് ഇത് കാണുന്നവർ കർത്താവെ ദൈവമേ രോഗസൗഖ്യങ്ങൾ പ്രാപിപ്പാൻ ദൈവം ഇടിയാക്കുമെന്ന് പ്രാർത്ഥി ഒരു കർത്താവെ വളരെ കർത്താവ് മാനസാന്തരപ്പെടുവാൻ ദൈവം അങ്ങ് സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക ശക്തി വ്യാപരിക്കുന്ന പ്രാർത്ഥിക്കുന്നു ദൈവം അത്ഭുതം ചെയ്യും കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു അല്പസമയം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു ദൈവം അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കും ദേവദാസനെ കർത്താവെ സൃഷ്ടിപ്പാൻ കൃപ ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു സ്ഥലങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടായ സ്തോത്രം മാനവും മൗതം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പിനെ ഓർത്ത് കർത്താൻ ഞാൻ സ്തോത്രം ചെയ്യുന്നു.
Glory be to God. Thank you, Lord. Hallelujah. Hallelujah. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പായിരുന്നു. നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. Praise the Lord. ബ്രദർ സഞ്ജീവ് ആൻഡ് സിസ്റ്റർ റോമിയ, ഗോഡ് ബ്ലെസ് യു. കരങ്ങളടിച്ച് കർത്താവിന്റെ സ്തോത്രം ചെയ്യും. Praise the Lord. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പിനെ സ്തോത്രം ചെയ്യും. അപ്പൊ ഇന്ന് ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയോർക്ക് കർത്താവിന്റെ സ്തോത്രം ചെയ്തു. ആദ്യം സമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ദിവസവും നമുക്ക് ശിക്ഷയുണ്ട്. തിങ്കളാഴ്ചയും അതേപോലെ തന്നെ ബുധനാഴ്ചയും എന്നൊക്കെ മലയാളത്തില്, ബാക്കി എല്ലാ ദിവസവും ഇംഗ്ലീഷില് ശുശ്രൂഷയുണ്ട്. ഇൻ ബിറ്റ്വീൻ അതിന് ഇടയിൽ സ്റ്റേറ്റില് കർത്താവിന്റെ വചനം പ്രസംഗിക്കുവാനുള്ള കൃപ കർത്താവ് തരുന്നവർ നന്ദി പറയുന്നു. അതേപോലെ തന്നെ പല കാര്യങ്ങളും മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞു. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രത്യേകിച്ച് ആരെങ്കിലും പ്രയർ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് നന്ദി പറയുന്നു. ബ്രദർ ഇമ്രാനെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അവരെല്ലാവരും കർത്താവിനെ അറിഞ്ഞ് അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനുള്ള കൃപ കർത്താവ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിച്ച് ഒന്ന് വചനത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തെ കർത്താവ് ഇന്നത്തെ കർത്താവ് ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ കർത്താവ് ഇന്ന് അനേകം ആൾക്കാരിലേക്ക് കർത്താവിന്റെ വചനം എത്തിക്കുന്നതിനെ ഓർത്ത് കർത്താവ് നന്ദി പറയുന്നു. കർത്താവ് ഈ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും കർത്താവിന്റെ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് രോഗസൗഖ്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അനേകം ആൾക്കാർ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനുള്ള കൃപ കൊടുക്കുന്നതിനെ ഓർത്ത് കർത്താവ് നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം I pray. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യം കൊടുക്കുന്നതാണ്. 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യം കൊടുക്കുന്നതാണ് 10 കുഷ്ഠരോഗികൾക്ക്. അപ്പം കർത്താവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും എവിടെയൊക്കെ കർത്താവ് അത്ഭുതങ്ങൾ, എവിടെയൊക്കെ കർത്താവിന്റെ വചനം കർത്താവ് പ്രഘോഷിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും അതേപോലെ തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലാത്ത രീതിയിൽ കർത്താവ് വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എവിടെയൊക്കെ കർത്താവ് വചനം പ്രസംഗിച്ചിട്ടുണ്ടോ നമുക്കറിയാം. സുവിശേഷ ലേഖനങ്ങളും അതുപോലെ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം മത്തായി സുവിശേഷം, മർക്കോസിൻ സുവിശേഷം, അതേപോലെ തന്നെ ലൂക്കോസ്, യോഹന്നാൻ, ഈ സുവിശേഷങ്ങൾ മൊത്തം വായിക്കുമ്പോൾ നമുക്കറിയാം എവിടെയൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെ മൊത്തം അത്ഭുതങ്ങളും അടയാളങ്ങളും. ഈ അത്ഭുതങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആയി അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. യഥാർത്ഥമായിട്ട് അത്ഭുതം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കാര്യമുണ്ട്. നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഒത്തിരി കാര്യമുണ്ട്. ഇന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിത്യജീവനാണ്. നമുക്ക് എല്ലാവർക്കും നിത്യത കർത്താവ് ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ലൂക്കോസ് സുവിശേഷം 17 അധ്യായം വായിക്കാനായിട്ട് ആഗ്രഹിക്കും. ഇതില് കർത്താവ് 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നത് അതിൻ്റെ അർത്ഥം കാണാനായിട്ട് സാധിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 17 അധ്യായം ഇതിലെ 12-ാം വാക്യം ഒന്ന് വായിക്കേണ്ടതായിരിക്കുന്നു. ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവന് എതിർപ്പെട്ടു. കുടുംബമായിട്ട് പറയുന്നത് 13-ാം വാക്യം പറയുന്നത്, അകലെ നിന്നുകൊണ്ട് യേശു നായിക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. 14-ാം വാക്യം പറയുന്നത്, അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശൂദ്രായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ട് അവര് ഒബേ ചെയ്ത് അനുസരിച്ച്, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ആർക്ക് ദൈവവചനത്തെ അനുസരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ സിറ്റുവേഷൻ കർത്താവ് ചേഞ്ച് ആക്കും. നമ്മുടെ സറൗണ്ടിങ്, നമ്മുടെ സാഹചര്യങ്ങൾ മൊത്തം കർത്താവ് ചേഞ്ച് ആക്കും. കർത്താവിന്റെ വചനം അനുസരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ 10 കുഷ്ഠരോഗികൾ, നമുക്കറിയാം കുഷ്ഠരോഗം എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ കാലത്തൊക്കെ കുഷ്ഠരോഗം എന്ന് വെച്ചാൽ അതിന് മരുന്നില്ല. പ്രൈസലോ, അത് എത്ര ചികിത്സിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും കുഷ്ഠരോഗം ഭേദാക്കത്തില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഷ്ഠരോഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസലോ, ആ സൊസൈറ്റിയുള്ള ആൾക്കാർ മൊത്തം ഈ കുഷ്ഠരോഗികളെ റിജക്റ്റ് ചെയ്യും. പറഞ്ഞാല് അവരെല്ലാവരും തള്ളിക്കളയും. അത് ഏറ്റവും നമുക്ക് അസുഖം ഉണ്ടായി മരിക്കുന്നതിൻ്റെ അല്ല, പക്ഷെ നമ്മുടെ കൂടുതലുള്ള നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ
ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് നമ്മളെ അടുത്തടുപ്പിക്കത്തില്ലാത്ത അവസ്ഥ. അങ്ങനെ അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ അത് സഹിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ കാലം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിൽ നമുക്കറിയാം ഏതൊക്കെ ആൾക്കാർ കർത്താവിന്റെ വചനം കേൾക്കാനായിട്ട് വന്നിട്ടുണ്ടോ അവിടെയെല്ലാം കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചുരുക്കത്തിൽ പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ അടുത്ത് സുവിശേഷം കേൾക്കുവാനായിട്ട് ആർക്ക് വന്നിട്ടുണ്ടോ അവരെ എന്നും കർത്താവ് വെറും കൈയോടെ പറഞ്ഞയച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് തന്നെയാണ് ഇന്ന് ആദിമ നൂറ്റാണ്ടിലും അതേപോലെ തന്നെ ഇന്നും കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ആ പഴയ നമുക്കറിയാം ആ ഏർലി സെഞ്ചുറീസ് ഫസ്റ്റ് സെഞ്ചുറിയിലൊക്കെ കർത്താവ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് എങ്ങനെയൊക്കെ കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയോടെ അത്ഭുതങ്ങൾ നടന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും കർത്താവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അത് ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലൂക്കാസ് സുവിശേഷം 17-14 പറഞ്ഞേ അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളൊക്കെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് തുടർന്നോട്ട് പറയുന്നത് അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. പ്രൈസ് കർത്താവിന് താങ്ക്സ് കൊടുത്തു. പ്രൈസ് ലോർഡ്. നമുക്കറിയാം അനേകം ആൾക്കാരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യാത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താങ്ക്സ് ഗിവ് എന്ന് പറയുന്നില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് വൺ യു ഹാവ് ടു ഗിവ് ദ താങ്ക്സ് ആൻഡ് പ്രൈസ് ടു ദ ലോർഡ് ഈച്ച് ആൻഡ് എവറി ടൈം. പ്രൈസ് ലോർഡ്. നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്ക് നമ്മൾ കർത്താവിന് നന്ദി പറയണം. പ്രൈസ് ലോർഡ്. കർത്താവിന് നമ്മൾ സ്തോത്രം പറയണം. എവിടേക്ക് കർത്താവിന് താങ്ക്സ് ഗിവിംഗ് ഉണ്ട് അവിടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എവിടേക്ക് കർത്താവിന് നന്ദി പറയുന്നുണ്ട് അവിടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. പ്രൈസ് ലോർഡ്. കാരണം വെച്ചാൽ സ്തുതികൾ നമുക്ക് സംഗീത പുസ്തകത്തിൽ വായിക്കണം. നമുക്കറിയാം കർത്താവ് സ്തുതികളിൽ മേൽ വസിക്കുന്നതാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ലോർഡ്. ഇന്ന് കർത്താവിന് നന്ദി പറയുന്നുണ്ടോ നിങ്ങളുടെ ജീവിതം കർത്താവ് മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന്. പ്രൈസ് ലോർഡ്. ഈ 10 കുഷ്ഠരോഗികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ സൊസൈറ്റി മൊത്തം ആ വീട്ടുകാർ മൊത്തം ഉപേക്ഷിച്ചവരായിരുന്നു ഈ 10 കുഷ്ഠരോഗികൾ എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്. പക്ഷെ കർത്താവിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കുഷ്ഠരോഗം മാറി. കുഷ്ഠരോഗം മാറിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഷ്ഠരോഗം മാറിക്കഴിഞ്ഞപ്പോൾ ആ 10 പേരും 9 പേരും ആ തിരിച്ചു വന്ന കർത്താവിന് താങ്ക്സ് പറഞ്ഞില്ല. പക്ഷെ എങ്കിലും കർത്താവിന് വിരോധമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരാൾ കർത്താവിന്റെ അടുത്ത് വന്ന് താങ്ക്സ് പറഞ്ഞു. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 17:15 അതിലെ 15-ാം വാക്യം പറഞ്ഞു വെച്ചാൽ അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. പ്രൈസ് ലോർഡ്. അവന്റെ കാൽക്കൽ കമന്നു വീണു. അവന് നന്ദി പറഞ്ഞു. അവനോ ശമരിയക്കാരനായിരുന്നു. പ്രൈസ് ലോർഡ്. അതിൽ 17-ാം വാക്യം പറയുന്നത് 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ 9 പേർ എവിടെ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് പ്രൈസ് ലോർഡ് എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആ 10 കുഷ്ഠരോഗികളും യേശുക്കുറിച്ച് പറഞ്ഞ് വിശ്വസിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 പേരും യേശുക്കുറിച്ച് പറഞ്ഞ് വിശ്വസിച്ചു. അന്യജാതിക്കാരനായ വ്യക്തിയും ഏറ്റവും കൂടുതൽ വിശ്വസിച്ചു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കർത്താവിന്റെ വചനം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ക്രിസ്ത്യാനി കർത്താവിനെ അറിഞ്ഞ ആൾക്കാരും വിശ്വസിക്കും. പക്ഷെ കർത്താവിനെ അറിയാത്ത ആൾക്കാർ കർത്താവ് ചെയ്ത അത്ഭുതത്തെ കുറിച്ച് കേൾക്കുന്ന ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ ഇരട്ടി അവർ വിശ്വസിക്കും. നമ്മൾ എത്രമാത്രം വിശ്വസിക്കുന്നോ അത്രമാത്രം കർത്താവിന്റെ വൻ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ. കാരണം വെച്ചാൽ ഈ അന്യജാതിക്കാരൻ അവരുടെ മതത്തിലൊന്നും പറഞ്ഞ് കേട്ടുകേൾവി വരികയില്ല. ഒരു സൗഖ്യം വരികയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് ലോർഡ്. അങ്ങനെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ദൈവത്തിന് വന്ന് വീണ്ടും നന്ദി പറഞ്ഞു. പ്രൈസ് ലോർഡ്. താങ്ക്സ് ഗിവിംഗ് കൊടുത്തു. ഇന്ന് നമ്മൾ എല്ലാവരും പ്രൈസ് ലോർഡ് കർത്താവിന് നന്ദി പറയാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ ഏത് സാഹചര്യത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കത്തില്ലാത്ത കാര്യം ഒന്നും നടക്കത്തില്ല, എന്ത് ചെയ്യും, നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയാണ്, ഒരു വ്യക്തി നമ്മളെ സഹായിക്കാനില്ല. പ്രൈസ് ലോർഡ്. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എവിടെയൊക്കെ താങ്ക്സ് ഗിവിംഗ് പറയാനായിട്ട് തുടങ്ങും, കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയാനായിട്ട് നമ്മൾ തുടങ്ങുവാണെങ്കിൽ, if you can able to start and give thanks and praise to the Lord right now from today onwards, our God can change your situations. അതാണ് കർത്താവിന് നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റാനായിട്ട് പറ്റും. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ഇപ്പൊ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തകർന്ന വ്യക്തിയായിരുന്നു, എല്ലാം തകർന്ന വ്യക്തിയായിരുന്നു. പ്രൈസ് ലോർഡ്. 2017 കർത്താവിനെ പബ്ലിക് സ്ട്രീറ്റിൽ കർത്താവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയ 2017 ഒത്തിരി പേര് മോശമായിട്ട് പറഞ്ഞു. ഇന്ന് ആ മോശമായിട്ട് പറഞ്ഞവരൊന്നും കുറെ പേര് ഈ ലോകത്തിലില്ല. കോവിഡ് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രൈസ് ലോർഡ്. അല്ലാത്ത ആൾക്കാർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാനായിട്ട് ഇടവന്നു. പ്രൈസ് ലോർഡ്. അനേകം ആൾക്കാർ കർത്താവിനെ അറിഞ്ഞു. ഈ സത്യസുവിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടോ, എവിടേക്ക് നമ്മൾ പ്രസംഗിക്കുന്നുണ്ടോ, അവിടെ പ്രസംഗിക്കുന്നത് ചുമ്മാ ഒരു വചനമല്ല,
ആ ജീവിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അതാണ് പൗലോസ് പറയുന്നത്. വചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇരുതല്ല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. എവിടെയൊക്കെ വചനം നമ്മൾ പ്രസംഗിക്കുന്നുണ്ടോ, അത് അസുഖമുള്ള സ്ഥലത്ത്, നമുക്ക് എവിടെയൊക്കെ നമുക്ക് വീക്കായ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അവിടെയെല്ലാം കർത്താവിൻ്റെ വചനം കടന്നു ചെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രൈസ് ലോർഡ് ചേഞ്ചസും വീര്യപ്രവൃത്തികളും ചെയ്യുവാൻ കഴിയുന്ന വചനമാണ് യേശുക്രിസ്തുവിന്റെ വചനം. പ്രൈസ് നമുക്ക് ചേർന്ന് ഹല്ലേലൂയ ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഹല്ലേലൂയ പറയാം. ഇന്ന് കർത്താവിന്റെ വചനം ആരൊക്കെ ദൈവവചനം പ്രസംഗിക്കുന്നുണ്ടോ അവിടെ നിങ്ങളുടെ ജീവിതം കാരണം ചേഞ്ച് വരും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ എനിക്കിപ്പോ ഒന്നും പറയാൻ തന്നെ ചിരി വരും. അപ്പൊ എൻ്റെ കാര്യങ്ങൾ നോക്കണം. ചില സമയത്ത് ആരും ഒരു വ്യക്തി ഇല്ലാത്ത അവസ്ഥ, പറയത്തല്ലോ ഹല്ലേലൂയ. ഇപ്പൊ സ്റ്റേറ്റ് പ്രസംഗിക്കാൻ പോവുകയാണെങ്കിലും ചില സമയത്ത് ആരും ഇല്ലാത്ത അവസ്ഥ, അപ്പൊ കയ്യിലും ചിലപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ. അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ നടന്നു പോയിട്ട് കർത്താവിനെ പ്രദർശിക്കാനായിട്ട് ഇടവന്നു. ഇന്ന് ആ സിറ്റികളിലൊക്കെ അപ്പം കർത്താവ് അനേകം ആൾക്കാർ രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എന്നൊക്കെ കർത്താവിന്റെ വചനം സ്ട്രീറ്റ് പ്രസംഗിച്ചുകൊണ്ട് ഒരാൾ പോലും രക്ഷിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല. 2017 ശേഷം, പ്രൈസ് ലോർഡ് 2017-18 ശേഷം 2017-18 എന്ന് വെച്ചാൽ 2017-18 കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ആൾക്കാർക്ക് വേണ്ടി രക്ഷിക്കപ്പെടുവാനായിട്ട് ഞാൻ സെപ്പറേറ്റ് പ്രാർത്ഥിക്കില്ലായിരുന്നു. അവിടെ 2018 ശേഷം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വന്നു. അതിന് മുമ്പും വന്നിട്ടുണ്ട്. പക്ഷേ സ്ട്രീറ്റിൽ ഞാൻ പറഞ്ഞ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന വഴിയായിട്ട് അനേകം ആൾക്കാർ രക്ഷിക്കപ്പെടുവാനായിട്ടും അനേകം പേര് സ്നാനപ്പെടുവാനായിട്ട് ഇടവന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവ് നിങ്ങളുടെ അവസ്ഥ, നമ്മുടെ അവസ്ഥകൾ കർത്താവ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളെ താങ്ക്സ് ഗിവിങ് കൊടുക്കണം. എത്ര തകർന്ന അവസ്ഥയാണെങ്കിലും, ഇന്ന് എന്നെ കേൾക്കുന്ന ആൾക്കാർ എത്ര തകർന്ന അവസ്ഥയാണ് ജീവിതത്തിൽ, നമുക്ക് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണെങ്കിലും നമ്മളെ താങ്ക്സ് ഗിവിങ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യും. അപ്പൊ താങ്ക്സ് ഗിവിങ് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, താങ്ക്സ് ഗിവിങ് കൊടുക്കുന്നതിന് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോടെങ്കിലും നമുക്ക് നിരപ്പ് വായിക്കണം. നമ്മൾ ഉള്ളിൽ നമ്മൾ കയ്പും വിദ്വേഷവും ഒക്കെ വെച്ചിട്ട് മറ്റുള്ളവർക്കെതിരെ കള്ള കേസുകളൊക്കെ കൊടുത്തിട്ട്, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, പിന്നീട് താങ്ക്സ് ഗിവ് പറഞ്ഞ് കർത്താവിനോട് അത് വേണമെന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്യത്തില്ല. ഹെവൻലി പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യു ഹാവ് ടു ഫോർഗിവ് അതേഴ്സ്. അതാണ് പറയുന്നത്. നമ്മളിപ്പം മറ്റുള്ളവർക്കെതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അന്ധകാര ശക്തി പേര് ക്ലെയിം ചെയ്യും. അതാണ് അതിന്റെ. നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. ഇന്ന് അനേകം ആൾക്കാരുടെ ജീവിതത്തിൽ ഒന്നും നടക്കാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്കെതിരെ എന്തെങ്കിലും വാഗൊണ്ട് പറയണം. വാഗൊണ്ടെന്ന പേര് നമ്മൾ പറഞ്ഞിട്ടിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നമ്മൾ ലജ്ജിക്കുന്ന കാര്യം എന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വാഗൊണ്ട് തന്നെ നമ്മൾ എതിരായിട്ട് പറഞ്ഞിട്ട് കർത്താവിന് മുമ്പ് പോയിരിക്കും. അപ്പൊ അതിൽ നിന്നെല്ലാം മാറ്റുവാൻ എഴുതുന്ന ഒരു മാറ്റം കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് ആരൊക്കെ കർത്താവിന് താങ്ക്സ് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, ഒരു നമ്മുടെ ശരീര സമാധാനമായിട്ട് ഏതെങ്കിലും ഒരു വേദന ആയിക്കോട്ടെ, പ്രൈസ് ലോർഡ്, ചിലപ്പോൾ ചെറിയൊരു നമുക്കൊരു ജോലി കിട്ടുന്ന കാര്യമായിക്കോട്ടെ, അതുപോലെ തലവേദന ആയിക്കോട്ടെ, എന്തെങ്കിലും കർത്താവ് എവിടെയെങ്കിലും ചെറിയൊരു അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ മാസം നമ്മൾ റെന്റ് കൊടുത്തില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ഭക്ഷണം ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഇതൊക്കെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്ത് ഒരു ദിവസം എത്ര പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. അനേകം ആൾക്കാർ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. പക്ഷെ എങ്കിലും കർത്താവ് നമ്മളെ സ്നേഹത്തോടെ കാത്തു പരിപാലിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പം അതോർത്ത് നമ്മൾ കർത്താവിന് നന്ദി പറയണം. കർത്താവിന് നന്ദി പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞുപോയ കാലങ്ങളെല്ലാം കർത്താവ് നമുക്ക് അനുഗ്രഹമായിട്ട് മാറ്റും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതാണ് ഇതിൽ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കർത്താവ് നമുക്ക് അനുഗ്രഹമായിട്ട് മാറ്റും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇത് പറയുന്നത് കഴിഞ്ഞാൽ ജോബിന്റെ പുസ്തകം 8-21 വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ വചനത്തെ മാറ്റം. എവിടെയൊക്കെ കർത്താവിന് ജോബിന്റെ ജീവിതത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ജോബിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം നമുക്കറിയാം. കർത്താവിന്റെ ആശ്രയിച്ച നമുക്ക് പഴയ നിയമത്തിൽ മൊത്തം എല്ലാ ഓരോ വ്യക്തിയെ നമ്മൾ എടുത്ത് നോക്കണം. ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്ത് നോക്കണം. അബ്രഹാം ആയിക്കോട്ടെ, ഇസ്ഹാക്ക് ആയിക്കോട്ടെ, യാക്കോബ് ആയിക്കോട്ടെ, അവർ കർത്താവിന് വേണ്ടി കർത്താവിന് താങ്ക്സ് ഗിവിങ് കൊടുക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഒത്തിരി സമ്പന്നരായിരുന്നു. അബ്രഹാം സമ്പന്നരായിരുന്നു, ജോബ് സമ്പന്നനായിരുന്നു, അതിസമ്പന്നനായിരുന്നു. അപ്പം എവിടെയൊക്കെ കർത്താവിനെ ആശ്രയിക്കുന്ന ആൾക്കാർ, എവിടെയൊക്കെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടോ, ആ അനുഗ്രഹം തടസ്സപ്പെടുത്താനായിട്ട് അന്ധകാരശക്തിയിൽ ശ്രമിക്കും. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ആരെങ്കിലും നമുക്കെതിരായിട്ട് നിർത്തും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും തകർക്കാൻ നമ്മളെ ശ്രമിക്കും. പക്ഷെ എന്നാലും നമ്മൾ വിട്ടുകൊടുക്കുക. ദൈവത്തിലുള്ള ആശ്രയം നമ്മൾ വിട്ടുകളയരുത്. എത്ര തകർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞ കാലത്തെ ഓർത്ത് കർത്താവിനെ നമ്മൾ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതാണ് ജോബിന്റെ ജീവിതം. നമുക്കറിയാം, ജോബിന്റെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു. നമുക്കറിയാം, മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ആടുമാടുകൾ, നമുക്കറിയാം, മൃഗസമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ട് ജോബ് 0 ആയ ലാസ്റ്റ് നമുക്കറിയാം ഒന്നുമില്ലാത്തവനായിരിക്കുന്നു. 42 അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് വായിക്കാണ്ടായിരിക്കുന്നു. ജോബിന്റെ പുസ്തകം, ബുക്ക് ഓഫ് ജോബ്, ചാപ്റ്റർ 42. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പൊ നമുക്കൊന്ന് വായിക്കാണ്ടായി. ജോബിന്റെ പുസ്തകം ഇതില്
ഹല്ലേലൂയ. അതില് ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം, 42-ാം അധ്യായം. ഇതില് വായിക്കുന്നതെന്ന് വെച്ചാല് 10-ാം വാക്യം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42 വേഴ്സസ് 10. ഇതിൽ 10-ാം വാക്യം വായിക്കുന്നത്, ഇയ്യോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായിട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഒരു വർധനവ് കർത്താവ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ മറ്റുള്ളവർക്കെതിരെ കൈപ്പുള്ളിൽ വെച്ചുകൊണ്ടിരുന്നില്ല. യോബിന്റെ നേച്ചർ എന്ന കർത്താവിനെ പഴയ നിയമത്തിലായിക്കോട്ടെ, നമുക്കറിയാം ഏത് ക്യാരക്ടേഴ്സ് നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ, ഏത് വ്യക്തികളെടുത്ത് കർത്താവിൽ ആശ്രയിച്ച് ഏത് വ്യക്തികളെടുത്ത് നോക്കാൻ അറിയാം. അവര് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന വ്യക്തികളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ സമയത്താണ് കർത്താവ് യോബിനെ ഇരട്ടിയായിട്ട് അനുഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ എത്ര ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ബൈബിളിൽ അടിസ്ഥാനത്തിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും കുലങ്ങത്തിൽ ഒരു വിധത്തിൽ നമ്മൾ അനുഭവത്തിൽ എന്ന് പറയുന്നത്. ഒന്ന്, നമുക്കെതിരെ ബുദ്ധിമുട്ടിച്ച ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പോകാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിന് വേണ്ടി കർത്താവ് ചെയ്ത കാര്യങ്ങളോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതിക്ക് കർത്താവ് വ്യത്യാസം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി. അതുകൊണ്ട് ജോബിന്റെ പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കർത്താവ് പറയാണ്, അവൻ ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനത്തിന് മാറ്റമല്ല. പ്രൈസ് ദി ലോർഡ്. ഏത് തകർന്ന അവസ്ഥയാണെങ്കിലും കർത്താവ് പൊക്കിയെടുക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഒന്നും ഇല്ലാത്ത അവസ്ഥയാണെങ്കിലും കർത്താവ് പൊക്കിയെടുക്കും. നമുക്കറിയാം അബ്രാഹത്തിന്, നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം നമുക്കറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം വായിക്കുവാണെങ്കിൽ നമുക്കറിയാം, തുടർമാനമായിട്ട് നമ്മൾ വായിക്കണം. നമുക്കറിയാം ലോത്തും അതേപോലെ തന്നെ അബ്രാഹവും തങ്ങി വേർപിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം സമ്പത്തൊക്കെ ഇഷ്ടമാരി ഉണ്ടായിരുന്നു. ലോത്തിനുണ്ടായിരുന്നു, അബ്രാഹത്തിന് സമ്പത്ത്. അപ്പം അത് ലോത്തിനോട് കൂടി പകുത്ത് അവര് വേർപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലോത്ത് ഫലപുഷ്ടമായ, നമുക്കറിയാം സോദോം ഗൊമോറ എന്ന് പറഞ്ഞ ആ സ്ഥലങ്ങളിലൊക്കെ ലോത്ത് തെരഞ്ഞെടുത്തു. അബ്രഹാം ഒന്നുമില്ലാത്ത പ്രദേശമായിരുന്നു അബ്രാഹത്തിന് കിട്ടിയത്. നമുക്ക് ആ സമയത്ത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാല്, എല്ലാം തകർന്നിട്ടും അബ്രഹാം ലോത്തിനെതിരായിട്ട് അബ്രഹാം ഒന്നും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ലോത്തിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞയക്കുകയാണ് അബ്രഹാം ചെയ്തത്. അബ്രഹാം ഫലപുഷ്ടമായ പ്രദേശത്ത് നിന്ന് അബ്രഹാം തിരഞ്ഞെടുത്തില്ല. കർത്താവ് പറഞ്ഞ സ്ഥലം അത് ഒന്നും ഇല്ലായെങ്കിൽ തന്നെ അവിടെ കാലുകുത്തി നിൽക്കാനായിട്ട് അബ്രഹാം ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവ് എവിടെ വിളിക്കുന്നുണ്ടോ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ വേലയിൽ എവിടെ ആയിരിക്കുന്നുണ്ടോ, സാമ്പത്തിക സമ്പത്തുണ്ടാവും, അതെല്ലാം വിട്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് പിന്നെ ദൈവവേലയും കളഞ്ഞിട്ട് പോകാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവ് വിളിച്ച് ആ സ്ഥലത്ത് ദൈവവേലയിൽ ശക്തമായിട്ട് മുന്നേറാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം ലോത്തും അബ്രഹാം വന്ന് വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ലോകത്തിലെല്ലാം ഉണ്ടായിരുന്നു, അബ്രഹാമത്തിനൊന്നും ഇല്ലാത്ത ഒരു കാനാൻ ദേശമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ കാനാൻ ദേശം കർത്താവ് അനുഗ്രഹിച്ച ദേശമാണ്. ഈ കാനാൻ ദേശം കർത്താവ് അനുഗ്രഹിച്ച് അതിലേക്കാണ് അബ്രഹാമത്തിനെ വിളിച്ചത്. ഇസ്രായേൽ ജനത്തെ മൊത്തം നമുക്കറിയാം തലമുറയായിട്ട് കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ച ദേശമാണ് കാനാൻ ദേശം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദേശത്തേക്ക് കർത്താവ് വിളിച്ചു. അപ്പൊ അബ്രഹാമത്തിന് ഒരു വാഗ്ദത്തം കർത്താവ് കൊടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ കാലുകുത്തുന്ന ദേശം മൊത്തം നിനക്ക് അവകാശമായിട്ട് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാം തുടർമാനമായിട്ട് നമുക്കറിയാം ഭാവിയിൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ലോത്തിനൊന്നും ഇല്ലാത്തവനായിട്ട് ലോത്തിനെ അബ്രഹാം വഴിയായിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവിടെ വന്നു. അബ്രഹാത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അബ്രഹാം ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ, എവിടെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അവിടെയെല്ലാം അബ്രഹാം ആരാധന ദൈവത്തിന് കൊടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാഗപീഠം പണിത് ആരാധിച്ചൊരു ഉൽപ്പത്തിയുടെ പുസ്തകം വായിക്കണം. നമുക്കറിയാം 13-ാം അധ്യായം 14-ാം അധ്യായം പ്രധാനമായിട്ട് വായിക്കുമ്പോൾ അറിയാം. നമുക്ക് യാക്കോബിന്റെ കാര്യമാണ് നമുക്ക് എടുക്കുവാനും നമുക്കറിയാം. കർത്താവിന് ആരാധന കൊടുത്തിരുന്നു, താങ്ക്സ് ഗിവിംഗ് കൊടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ആ വീടെല്ലാം വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് താങ്ക്സ് ഗിവിംഗും കൊടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആരാധന കൊടുത്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ലാബാന്റെ അടുത്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് വീണ്ടും ആരാധന കൊടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുന്ന വ്യക്തിയാണ് യാക്കോബ്. അതുകൊണ്ട് തന്നെ യാക്കോബിനെ കർത്താവ് അതിയായിട്ട് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞാൽ, ഈ 10 കുഷ്ഠരോഗികൾ കർത്താവ് അത്ഭുതം കിട്ടിക്കഴിഞ്ഞപ്പോൾ 9 പേര് തിരിച്ചുപോയി എന്ന് വിചാരിച്ച് ആ 9 പേരെയും കർത്താവ് സൗഖ്യം അവരിന്ന് തിരിച്ചെടുത്തു എന്നല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് കർത്താവിന് താങ്ക്സ് ഗിവിംഗ് കൊടുത്ത കാര്യം കർത്താവ് പ്രത്യേകിച്ച് എടുത്ത് പറയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, അപ്പൊ നമ്മൾ താങ്ക്സ് ഗിവിംഗ് പറഞ്ഞു കഴിയുമ്പോൾ അസാധ്യങ്ങൾ സാധിക്കും. വിസകൾ സ്റ്റാമ്പിങ് ആവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ചില ആൾക്കാരുടെ വാച്ച് ചെയ്യുന്നുണ്ട്, വിസ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. വിസകൾ കർത്താവ് സ്റ്റാമ്പ് ചെയ്ത് തരും. നിങ്ങളുടെ അടഞ്ഞുപോയ പേപ്പർ വർക്കുകളെല്ലാം താങ്ക്സ് ഗിവിംഗിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കർത്താവ് മുദ്രയിട്ട് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും.
പ്രൈസ് ലോർഡ്. പുതിയ ഫയലുകൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഓപ്പണാക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ പേര് ഹീസ് ഓൾമൈറ്റി ഗോഡ്. അതാണ് നമ്മുടെ കർത്താവ്, സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് അടഞ്ഞ വഴികളുണ്ടോ, ജസ്റ്റ് സ്റ്റാർട്ട് ടു ഗീവ് ദ താങ്ക്സ് ആൻഡ് പ്രൈസ് ടു ദ ലോർഡ്. നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ സ്ഥിതിക്ക് കർത്താവ് വ്യത്യാസം വരുത്തും. ഇപ്പോഴത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കണ്ട. ഇപ്പോഴത്തെ ഈ ആൾക്കാർ, നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും അതുപോലെ ആൾക്കാർക്ക് നമ്മൾ തള്ളി പറയുന്ന അവർ പുച്ഛിക്കുന്ന അവരുടെ കാര്യം നോക്കി നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തിയാണ്, ഒരു നാൾ നിങ്ങൾ ഉയരും. അധികം താമസിക്കുന്നൊന്നുമില്ല. ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ കർത്താവ് നിങ്ങളെ മാനിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വെച്ച് തന്നെ മാനിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും ലജ്ജിക്കാനാണ് വരുന്നതില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒന്നുമില്ലാത്ത അവസ്ഥയും കർത്താവ് നിങ്ങളെ പരിപാലിക്കും. എല്ലാം ഉണ്ടായിട്ട് നമ്മൾ മരിച്ച് ഈ നിത്യ നരകത്തിലേക്ക് പോകുന്നതാണോ? പ്രൈസ് ലോർഡ്. എല്ലാം ഇവിടുന്ന് ഉപേക്ഷിച്ചിട്ട് പ്രൈസ് ലോർഡ് സന്തോഷത്തോടെ ജീവിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ തുടർന്നായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, അപ്പം നമുക്ക് ബൈബിളിനകത്ത് വേറൊരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതില് 10-ാം വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്കറിയാം. അല്ല 10-ാം വാക്യം. അപ്പം യേശുക്രിസ്തു എവിടെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചിട്ടുണ്ടോ, പ്രൈസ് ലോർഡ്, അവിടേക്ക് കർത്താവിന്റെ വചനം കേട്ടിയ ആൾക്കാർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. അന്നൊക്കെ നമുക്ക് സബത്ത് നാളിലൊക്കെ സിനഗോഗിൽ കർത്താവ് പ്രസംഗിക്കുമായിരുന്നു. സിനഗോഗിൽ പ്രസംഗിക്കുമായിരുന്നു. അതേപോലെ തന്നെ എവിടെയൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു സഭ പോലെ തന്നെ ആൾക്കാരിങ്ങനെ കർത്താവിന്റെ വചനം ശ്രമിക്കാനായിട്ട് വരുമായിരുന്നു. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം നമുക്കറിയാം, 6-ാം അധ്യായം നമുക്കറിയാം. നമുക്ക് 38 വർഷമായ ആ വ്യക്തി, ഒരു നമുക്ക് ഡിസബിലിറ്റി ആയ വ്യക്തിയെ കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. തുടർമാനത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം, കർത്താവിന്റെ വചനം കേട്ടിയ ആൾക്കാർക്ക് കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എവിടെയൊക്കെ ദൈവവചനം ഉണ്ട് അവിടെ അത്ഭുതങ്ങളുണ്ട്. പ്രൈസ് ലോർഡ്. എവിടെയൊക്കെ ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട് അവിടെ അടയാളമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആൾക്കാർ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. അസാധ്യങ്ങൾ ചിന്തിക്കുന്ന കാര്യം കർത്താവ് ചെയ്യും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര അസാധ്യങ്ങൾ എന്ന് വെച്ചാലും കർത്താവ് ചെയ്തു തരും. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി നിൽക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ലൂക്കോസ് 13-ാം അധ്യായം ഇതിൽ 10-ാം വാക്യം ഒന്ന് വായിക്കാണ്ടായിരിക്കും. ഇത് പറഞ്ഞ് ഒരു ശബ്ദത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായ ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നൈവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. 18 വർഷമെന്ന് പറയണം, 1-2 വർഷമല്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 1-2 വർഷമല്ല, കഴിഞ്ഞാല് 8-10 വർഷമല്ല. പ്രൈസ് ലോർഡ്. 18 വർഷമായിട്ട് 18 years, last 18 years. പ്രൈസ് ലോർഡ്. One of the women, she was having the infirmity. Praise. He could not able to stand properly. Praise the Lord. അതാണ് കർത്താവ് പറയുന്നത്. 18 വർഷമായിട്ട് സ്ഥിരമായിട്ട് കർത്താവിനെ തള്ളി പറയാതെ ആ സ്ത്രീ സിനഗോഗിൽ വന്നുകൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും വരുവാൻ കഴിയാതെ കുനിയായ സ്ത്രീ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു അവളെ കണ്ട് അടിക്കായി വിളിച്ചു. ആ സ്ത്രീ കർത്താവിനോട് ചോദിച്ചില്ല, ആ സ്ത്രീയെ കണ്ടിട്ട് കർത്താവ് അടിക്കായി വിളിച്ചു. അതാണ് എവിടെയൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചിട്ടുണ്ടോ. കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവരല്ല നിങ്ങളെ വിളിക്കുന്നത്, കേൾക്കുന്ന സ്ഥലത്ത് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്ക് കർത്താവിന്റെ വചനം കേൾക്കുന്നുണ്ടോ അവിടെ നിങ്ങളുടെ രോഗം കർത്താവ് സൗഖ്യമാക്കും. കാരണം എന്താ വെച്ചാൽ അവർ ഗോഡ് ഈസ് എ സ്പിരിറ്റ്, വി ഹാവ് ടു വർഷിപ്പ് അവർ ലോർഡ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. അതാണ് നമ്മുടെ ദൈവം എന്ന് വെച്ചാൽ ആത്മാവാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം എന്ന് കർത്താവ് സമരി സ്ത്രീയോട് പറയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞ് യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. പറഞ്ഞ് ഷീ വാസ് മേഡ് സ്ട്രെയിറ്റ് ആൻഡ് ഗ്ലോറിഫൈഡ് ഗോഡ്. ഇതാണ് കർത്താവിന് താങ്ക്സ് പറഞ്ഞു. എവിടേക്ക് നമുക്ക് ബൈബിളിനെടുത്ത് നോക്കുകയാണെങ്കിൽ എവിടേക്ക് താങ്ക്സ് ഗിവിംഗ് പറഞ്ഞിട്ടുണ്ടോ അവിടെ കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ 3 യുവാക്കന്മാരുണ്ട്. ഞാൻ കർത്താവിന്റെ വചനം വായിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള വാക്യങ്ങൾ ഒന്നാണ് ബുക്ക് ഓഫ് ദാനിയേൽ. നമുക്കറിയാം അവിടെ 3 യുവാക്കന്മാർ, ശദ്രക്, മേശക്, അബേദ്നെഗോ. 3 യഹൂദഭാരന്മാർ. അവരെ കർത്താവിനെ അറിഞ്ഞ കർത്താവിനെ തള്ളി പറയാനുണ്ടാവുന്നില്ല. ഇന്ന് നമ്മൾ സാമ്പത്തികപരമായിട്ട് കർത്താവിനെ എത്ര വാശി നമ്മൾ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന് വേണ്ടി നമുക്കൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നമ്മൾ എത്ര പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്നാലും പ്രൈസ് ദി ലോർഡ് മരിക്കുന്ന അവസ്ഥ വന്നു എങ്കിൽ തന്നെയും ആ യഹൂദ ബാലന്മാരെ കർത്താവിനെ തള്ളി പറയാനായിട്ട് ഇടവന്നില്ല. അവർ കർത്താവിന് വേണ്ടി നിന്നു, ദൈവത്തിന് വേണ്ടി നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിച്ചു കഴിഞ്ഞാൽ നിത്യത ഇല്ലെന്നുണ്ടെങ്കിൽ മാനിത്യയോടെ ഇവിടെ നിൽക്കും. അതാണ് അവർ ചിന്തിച്ചത്. ഇന്ന് എത്ര ദൈവമക്കൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
കർത്താവിന് വേണ്ടി മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിത്യതയിലേക്ക് ഞാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിൽ തന്നെ ഇല്ല എങ്കിൽ തന്നെയും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയല്ല, ഇവിടെ നിൽക്കുക ആണ് എങ്കിൽ തന്നെയും ദൈവത്തെ തള്ളി പറയാതെ ശക്തമായിട്ട് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന എത്ര പേര് ഈ ഓൺലൈനിൽ വാച്ച് നിങ്ങൾ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നതിന് അപ്പുറമായിട്ട് എത്രമാത്രം അതിലപ്പുറമുള്ള ശ്രേഷ്ഠമായ ഒരു ജോലി, എന്ത് ജോലിയാണ് നമുക്കുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ കാണുന്ന നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ IAS IPS പ്രൈസ് ദി ലോർഡ് ഇതൊന്നും അല്ല പ്രിയമുള്ളത്. ഇതൊക്കെ ജസ്റ്റ് വേൾഡ് ഡിഗ്രിയാണ്. ഇതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതൊക്കെ വേണം, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്നതൊക്കെ വേണം. അതിനപ്പുറമായിട്ട് കർത്താവിന്റെ സത്യസുവിശേഷം പ്രസംഗിക്കുന്ന, ജീവനുള്ള ദൈവത്തെ പ്രഘോഷിക്കുന്ന ഇത്രമാത്രം ശക്തമായ ഡെസിഗ്നേഷൻ വേറെ യാതാ നമ്മുടെ ജീവിതത്തിലുള്ളത്. ദൈവവചനം പ്രസംഗിക്കുന്നതിന് അപ്പുറമായിട്ട് എത്ര ഒരു ഡെസിഗ്നേഷൻ ഈ ലോകത്തിൽ വേറെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് വചനം പ്രസംഗിക്കുന്ന എല്ലാവരും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ആ 3 യഹൂദ ബാലന്മാരെ നമുക്കറിയാം ആ രാജ്യം മൊത്തം കർത്താവിനെ ആരാധിച്ച ഒറ്റ കാരണത്താൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധിച്ച ഒറ്റ താങ്ക്സ് ഗിവിംഗ് കൊടുത്ത ഒറ്റ കാരണത്താൽ. എവിടേക്ക് നമ്മൾ താങ്ക്സ് ഗിവിംഗ് കൊടുക്കുന്നുണ്ടോ അവിടെ അന്താശിച്ചിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടേക്ക് ഞാൻ വരുന്ന ഒരു ദിവസം ഇപ്പൊ ഒരു ദിവസം ഞാനിപ്പം ആദ്യ ഘട്ടങ്ങളിൽ ഞാനിപ്പോ ആദ്യം നൈറ്റ് വിജിൽ നൈറ്റ് പ്രെയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്റ്റാർട്ട് ചെയ്ത ദിവസം നമുക്കറിയാം നൈറ്റ് പ്രെയർ, കർത്താവിന് താങ്ക്സ് ഗിവിംഗ് കൊടുത്ത് നൈറ്റ് പ്രെയർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത അവസരത്തിൽ പിറ്റേ ദിവസം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. കാരണം സാമ്പത്തികപരമായിട്ടും അല്ലാതെയുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വന്നു. പക്ഷെ നമ്മൾ എന്നാലും തകരാൻ കർത്താവ് അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലും നമ്മൾ കർത്താവ് അങ്ങനെ വന്നുവെങ്കിൽ തന്നെയും വി ഹാവ് ടു ഗിവ് ദ താങ്ക്സ് ആൻഡ് പ്രൈസ് ടു ദി ലോർഡ് ഈച്ച് ആൻഡ് എവറി ടൈം. കാരണം വെച്ചാൽ അന്ധകാര ശക്തികൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിന്ന് ഭയപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ കർത്താവിന് താങ്ക്സ് ഗിവിംഗ് കൊടുക്കുന്നു, കർത്താവിന് നന്ദി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാണ് മരുഭൂമിയിലെ പരീക്ഷയിൽ നമുക്കറിയാം കർത്താവിന്റെ ഫാസ്റ്റിംഗ് സമയത്ത് 40 ദിവസം ഉപവാസ സമയത്ത് അന്ധകാര ശക്തി കർത്താവിനോട് ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യു വർഷിപ്പ് മീ. പ്രൈസ് ദി ലോർഡ്. കാര്യം അങ്ങനെ വർഷിപ്പ് ചെയ്യുവാണെങ്കിൽ ഈ ലോകം മൊത്തം എന്റേതാണെന്ന് നിനക്ക് ഞാൻ തരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഞാൻ കർത്താവിന് ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് വേണ്ട വർഷിപ്പാണ്. When you start to give the thanks and praise to the Lord, no matter what is your situation, no matter what is your sickness, right? No matter unbelievable things, unbelievable miracle, our God can do it in your life. അതാണ് ഞാൻ പറയുന്നത്. അസാധാരണമായ മിറക്കിൾ, അത്ഭുതങ്ങൾ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ കർത്താവിന് താങ്ക്സ് ഗിവിംഗ് കൊടുക്കുമ്പോൾ നമുക്കറിയാം യഹൂദ ബാലന്മാരെ രാജ്യം മൊത്തം ചിന്തിച്ചു. ആ യഹൂദ ബാലന്മാരെ നമ്മൾ ശത്രുക്ക് മേശ അബദ്നെഗോ തീച്ചോളയിലേക്ക് എറിയാനായിട്ട് പോവുക. പ്രൈസ് ദി ലോർഡ്. 3 പേരെ സ്വർണ്ണ ബിംബത്തെ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കും എന്ന് അവർ നിശ്ചയിച്ചു. ആരൊക്കെ നമുക്കറിയാം, നമുക്ക് ഹിന്ദു മതത്തിൽ നിന്നും മറ്റുള്ള ക്രിസ്ത്യൻ മതത്തിൽ നിന്നും നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുസ്ലിം മതത്തിൽ അങ്ങനെ മുസ്ലിം ഹിന്ദു മതത്തിൽ വന്നൊരു തിരിച്ചു പോകുമെന്ന് എനിക്ക് വരുന്നില്ല. അവർ കർത്താൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന ആൾക്കാർ വീണ്ടും വീട്ടുകാരുടെയും അതേപോലെ തന്നെ സമൂഹത്തിന്റെയൊക്കെ നിർബന്ധം കാരണം എത്ര പേര് പിന്മാറ്റത്തിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് കർത്താവിനെ നമ്മൾ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ കർത്താവിന് വേണ്ടി പ്രഘോഷിക്കണം. പിന്നീട് കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെ നമ്മളെ പിന്തുടരുമെന്നാണ് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർത്താവിന്റെ വചനം കയ്യിലെടുത്ത് ഒരാൾക്കാരും പ്രൈസ് ദി ലോർഡ് ഒന്നിനും ഒരു മുട്ടിപ്പ് വരുത്താൻ കർത്താവ് എങ്ങനെയെങ്കിലും കർത്താവ് ജീവിക്കാൻ അനുവദിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് യഹൂദ ബാലന്മാരെ നമുക്കറിയാം, അവര് രാജ്യം മൊത്തം എതിരായി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവിനെ വർഷിപ്പ് ചെയ്തു, കർത്താവിനെ ആരാധിച്ചു. ആരാധനയുടെ ഒറ്റ കാരണത്താൽ ഒരു രാജ്യം മൊത്തം അവർക്ക് എതിരായിട്ട് നിന്നു, അവരെ കൊല്ലുവാനായിട്ട് വന്നു. ലാസ്റ്റ് നിമിഷം പേരും പറയുന്നു ഈ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കാനായിട്ട്. ലാസ്റ്റ് നിമിഷം പേര് അവരോട് പറയുന്നു സ്വർണ്ണ ബിംബത്തെ ആരാധിക്കാനായിട്ട്. പക്ഷെ അവര് സമ്മതിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അവര് പറഞ്ഞതെന്ന് വെച്ചാല് ഈ തീച്ചോളയിൽ നിന്ന് ഇവിടുന്ന് വിടുവിപ്പാൻ ശക്തനാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയല്ല എങ്കിൽ തന്നെയും ഞാൻ അറിഞ്ഞ സത്യത്തിൽ ഞാൻ മാറാൻ തയ്യാറല്ല എന്ന് ആ യഹൂദ ബാലന്മാർ പറയുണ്ടായി. തുടർന്ന് നമുക്കറിയാം അവരെ തീച്ചോളയിലേക്ക് എറിയാനായിട്ട് കൊണ്ടുപോയ ആൾക്കാർ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവര് ഈ ലോകത്തിൽ നിന്ന് മാറ്റുള്ളൂ. അവര് ദഹിച്ചു പോയെന്നാ പറയും. പ്രൈസ് ദി ലോർഡ്. തീച്ചോളയുടെ ശക്തിയും ബലവും കൊണ്ട്. അപ്പൊ നമുക്കറിയാം യഹൂദ ബാലന്മാരെ അവരെ കൊല്ലുവാനായിട്ട് രാജാവ് കൽപ്പിച്ചു. സാധാരണ ജ്വലിക്കുന്നേക്കാളും കൂടുതലായിട്ട് തീച്ചോള ജ്വലിപ്പിക്കാൻ കത്തിക്കാനായിട്ട് ആഗ്രഹിച്ചു. അതാണ് ഏറ്റവും കൂടുതൽ എന്നെ ചിരിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാല് അവരെ ഇടാൻ പോയ ആൾക്കാർ ദഹിച്ചു പോയി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ തീച്ചോളയിൽ കെടുവാനായിട്ട് ആൾക്കാര്, അവരെ കൊണ്ടുപോയ ആൾക്കാര്
അവരില്ലാതായി ഒന്നും വരുത്തിയിരുന്നു. അവര് ചാമ്പലായി പോയി എങ്കിൽ തന്നെയും കർത്താവിനെ ആരാധിച്ച ആൾക്കാർ കർത്താവ് വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജാവ് തന്നെ കാണുന്നു. നാലാമതൊരാള് നമുക്കറിയാം തീച്ചുളയിൽ ഇറങ്ങി വരുന്ന കാണുന്നത് ദൈവപുത്രനെ പോലെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ഈ ലോക സൃഷ്ടിക്ക് മുമ്പേ യേശു ക്രിസ്തു നമുക്കറിയാം സ്പിരിച്വലി ദൈവപുത്രനായിട്ട് തന്നെ നമുക്കറിയാം സ്വർഗരാജ്യത്തിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് നമുക്കറിയാം രാജാവ് പറയുന്നത്, അത് ദൈവപുത്രനെ പോലെ കാണുന്ന നാലാമതൊരാള്. ഇന്ന് നമ്മൾ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒറ്റ കാരണത്താൽ എത്ര ബുദ്ധിമുട്ടുകൾ വന്നോട്ടെ അവിടെ നിന്നെല്ലാം കർത്താവ് നമ്മളെ രക്ഷിക്കും. നാട്ടുകാരുടെ വീട്ടുകാരെ നമ്മളെ തള്ളിപ്പറയും. പക്ഷെ എങ്കിലും നമ്മളെ അറിഞ്ഞ വചനത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ കർത്താവ് നമ്മളെ സൗഖ്യപ്പെടുത്തും, കർത്താവ് നമ്മളെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ എന്റെ കൂട്ടത്തിൽ ഞാനൊക്കെ UK വരുന്നതിന് മുമ്പ് ഞാൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്, ബിസിനസ് ഒക്കെ ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി വേറൊരു കത്തോലിക്ക സഭയായിട്ട് ബന്ധപ്പെട്ട്, ഞാൻ കത്തോലിക്ക സഭയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കത്തോലിക്ക സഭയായിട്ട് ബന്ധപ്പെട്ട് വന്നു. അപ്പൊ അവര് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇന്നലെ 2 ദിവസം മുമ്പ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റഷ്യയിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഞാൻ സ്തോത്രം പറയും. പിന്നെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം രക്ഷയിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം സത്യസുവിശേഷം, ആദ്യാത്മിക സത്യസുവിശേഷം കേട്ട് പുച്ഛിച്ച ആൾക്കാരാണ് ഇവരെല്ലാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ആരൊക്കെ കർത്താവിന്റെ വചനത്തെ പുച്ഛിച്ചിട്ടുണ്ടോ അവരെല്ലാം കർത്താവ് ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ നാളെ അവര് കർത്താവിന്റെ വചനത്തിന് വേണ്ടി ഒരു ഓടും, കർത്താവിന്റെ വചനം പ്രസംഗിക്കും, പല സ്ഥലങ്ങളും കർത്താവിന്റെ വചനം സാക്ഷിയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്ത് എല്ലാ സ്ഥലങ്ങളും പോയി പ്രസംഗിക്കാൻ പറ്റത്തില്ല. കർത്താവ് അനേകം ആൾക്കാരെ കർത്താവ് ഉയർത്തിനേൽപ്പിക്കും. ദൈവവചനത്തെ എവിടെയൊക്കെ നിന്ദിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കർത്താവ് ഒന്നെങ്കിൽ നിങ്ങളെ അസാധാരണമായിട്ട് ഈ ലോകത്തെ കർത്താവ് ഉപയോഗിക്കും. എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങൾ മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമുക്കറിയാം പൗലോസ് കർത്താവിന്റെ വചനത്തെ തള്ളി പറഞ്ഞു. പക്ഷെ കർത്താവ് പൗലോസിനെ അസാധാരണമായിട്ട് പൗലോസിനെ കർത്താവ് ഉപയോഗിച്ചു. അതുകൊണ്ട് നമ്മൾ വായിക്കണം, നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായം ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 16 അത് 24 വാക്യം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം. അപ്പൊ 24 വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം പൗലോസും ശീലാസും ജയിലിൽ കിടക്കുന്നു. ആ ജയിലിന്റെ ഉള്ളില് അവർ ചുമ്മാതെ ഇരുന്നില്ല, ആ വേദനയുടെ ഉള്ളിലും കർത്താവിനെ അവര് പാടി ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്ന അവരെ കണ്ണിക്കൂടെ കണ്ണീര് വന്ന് ഞാൻ വിചാരിക്കുന്നു, കണ്ണുനീർ എന്ന് കഴിഞ്ഞാല് കർത്താവ് വിടുവിക്കുമെന്നുള്ള ആ ഒരു ശക്തമായ ആ വിശ്വാസത്തിന്റെ പുറത്ത് അവരെ ആരാധിച്ചു. അവർ ഒറ്റ കാരണത്താൽ നമുക്കറിയാം അവിടെ ആരാധന ഉയർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സ്വർഗത്തിലെ ആരാധന അവിടെ സ്റ്റോപ്പ് ചെയ്ത് ദൈവദൂതന്മാര് പേരെയും പത്രോസും പൗലോസിനെയും ശീലാസിനെയും നോക്കിയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയും മഹത്വവും നമുക്കറിയാം അക്കാരായർത്തി ഇറങ്ങി വരികയും തുടർമാനമായിട്ട് പൗലോസും ശീലാസും അവർ പുറത്തു വരാനായിട്ട് ഇടവന്നു. എവിടേക്ക് ആരാധന നടക്കുന്നുണ്ട് അവിടെ കർത്താവ് അത്ഭുതം ചെയ്യും. ഒരു പ്രാവശ്യം നിങ്ങൾ ആരാധിച്ച വ്യക്തിയാണോ കർത്താവ് നിങ്ങളെ മറക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കർത്താവിനെ ആരാധിച്ച വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും കർത്താവ് നിങ്ങളെ മറക്കത്തില്ല. പ്രൈസ്. അതാണ് പറഞ്ഞത്, ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ വർക്ക് വിച്ച് യു ഹാവ് ഡൺ ഫോർ മീ. അതാണ് നീ എന്റെ നാമത്തിന് വേണ്ടി ചെയ്ത് മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ള വ്യക്തിയല്ല ഞാൻ എന്ന് ദൈവത്തിന്റെ വചനം കർത്താവ് തന്നെ നമ്മോട് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും പറയാനായിട്ടുള്ളത്, അവസ്ഥകൾ വ്യത്യാസം വരും, സാഹചര്യങ്ങളും വ്യത്യാസം വരും, പക്ഷെ അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ പരിപാലിക്കും, കർത്താവ് നമ്മളെ സൗഖ്യപ്പെടുത്തും. തുടർന്ന് നമുക്കറിയാം എവിടേക്ക് കർത്താവിന്റെ വചനം, ഞാൻ സ്ട്രീറ്റ് കർത്താവിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഹല്ലേലൂയ നോർത്ത് UK കർത്താവിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം നമുക്കറിയാം അനേകം ആൾക്കാർ എവിടേക്കും കർത്താവിന് അവിടെ വചനം കേൾക്കുന്ന അധികം ആൾക്കാരും എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാരെ കർത്താവിന്റെ വചനം അധികം കേൾക്കുന്നത്. ഒന്നെങ്കിൽ മെന്റലി ഡിപ്രസ്ഡ്, ഓട്ടിസം ബാധിച്ച ആൾക്കാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഏതെങ്കിലും കുറവുള്ള ആൾക്കാർ, ഹോംലെസ് ആൾക്കാർ, ഇവരൊക്കെയാണ് കർത്താവിന്റെ വചനം ഞാൻ പ്രസംഗിക്കുന്ന കർത്താവിന്റെ വചനം കേൾക്കുന്നത്. അങ്ങനെ കർത്താവിന്റെ വചനം കേട്ടോ അനേകം പേര് രക്ഷയിലേക്ക് വന്നു, അനേകം പേര് ഇപ്പോഴും രക്ഷയിലേക്ക് വന്നു. അപ്പൊ ഒരു സ്നാനപ്പെടുവാനായിട്ട് അനേകം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. അതാണ് ഇപ്പോഴും സ്നാനപ്പെടുവാൻ മലയാളികളാരുമില്ല, ഇംഗ്ലീഷുകാർ. അവർ സ്നാനപ്പെടാനായിട്ട് അനേകം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് എവിടേക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന അവർ കർത്താവിന് ടച്ച് ചെയ്യും. അതാണ് അനേകം ആൾക്കാരെ കർത്താവ് ടച്ച് ചെയ്യും. നിങ്ങളിലൂടെ കർത്താവ് അനേകം ആൾക്കാരെ ഈ ദേശത്തിന്റെ ഉണർവിന് വേണ്ടി കൊണ്ടുവരാണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന നിസ്സാര ജോലിയാണ്. It is not a simple job. Praise the Lord. Hallelujah. We are witnessing God. That means we are witnessing our Almighty God who creates the heaven and earth.
പ്രൈസ്. അതാണ് ഈ പറയുന്നത്. നമ്മൾ കർത്താവിനെ നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ ഈ ലോകം സൃഷ്ടിച്ച കർത്താവിനെയാണ് നമ്മൾ സാക്ഷ്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ വചനത്തെ പറ്റി നമ്മൾ ലജിക്കേണ്ട കാര്യം. എവിടെയൊക്കെ വചനം പ്രസംഗിച്ചിട്ടുണ്ടോ, അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട്, എവിടെയൊക്കെ വചനം പ്രസംഗിച്ചിട്ടുണ്ടോ പരിശുദ്ധാത്മാവ് അവരുടെ വചനം ശക്തി കൊണ്ടും അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചിരുന്നു. പ്രൈസിലോട് നമുക്കറിയാം കർത്താവിന്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 7 അധ്യായം 8 അധ്യായം നമുക്ക് വായിക്കുവാണെങ്കിൽ അറിയാം. സ്തെഫാനൊക്കെ കൊല്ലപ്പെട്ടു. സ്തെഫാനോസ് കൊല്ലപ്പെട്ട് കഴിഞ്ഞ് സഭ ചിനിച്ചെതറി. ഫിലിപ്പോസ് അതേപോലെയുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിലും ചെതറി. സമരിയ പട്ടണം, അതേപോലെ തന്നെ ജെറുസലേം, പല സ്ഥലങ്ങളിലും പോയി കർത്താവിനെ പ്രഘോഷിച്ചു. എവിടെയൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചോ അവിടെയെല്ലാം കർത്താവ് അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും കർത്താവിന്റെ വചനം സ്ഥിരീകരിച്ചു. അപ്പോസ്തല പ്രവൃത്തി നമുക്കറിയാം 14 അധ്യായത്തിൽ പൗലോസ് കർത്താവിന്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മുടന്തനായ വ്യക്തി, മുടന്തനായ വ്യക്തി നമുക്കറിയാം കർത്താവിന്റെ വചനം കേട്ട വഴിയായിട്ട് അവർ സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. മരിച്ചവരെ ഉയർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകം സ്ഥലങ്ങളിൽ എവിടെയൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടോ ചുരുക്കി പറഞ്ഞ അവിടെ അടയാളങ്ങളുണ്ട്. ഇന്ന് ഈ സൂം മീറ്റിംഗിലും കർത്താവിന്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി വരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി വരുന്നു. മുട്ട് സംബന്ധമായ വേദന, പ്രൈസ് ദി ലോർഡ്, മുട്ട് സംബന്ധമായ വേദന, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ടച്ച് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. somebody's having the knee pain. പ്രൈസ് ദി ലോർഡ്. അതിന് ദിവസമായില്ല, ഒരു കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കാല് മടക്കാൻ പറ്റാത്ത അവസ്ഥ കർത്താവ് ടച്ച് ചെയ്യുന്നു. ഒരു മിനിറ്റ് പ്രാർത്ഥന കാണിക്കുന്നു. പിതാവ് നന്ദിയോട് സ്തുതിക്കുന്നു. People those are watching online right now you have some knee pain. Now you are facing some knee pain right now. Pain in your knees. Heavenly Father, I pray for the യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആ മുട്ട സമുദായ വേദനയോർത്ത് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, in Jesus name I declare the healing right now. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. Praise the Lord. Hallelujah. In Jesus name. ഇന്ന് അത് അന്നും ഇന്നും നമ്മൾ എവിടെയൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടോ അത് ഇന്നും ഇവിടെയും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ നമ്മളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കർത്താവിന് താങ്ക്സ് പറയുന്ന വ്യക്തികളായിരിക്കണം. എപ്പോ എവിടെയൊക്കെ താങ്ക്സ് പറയുന്നുണ്ടോ അവിടെ എല്ലാം കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും, അടയാളം ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസരമാണെങ്കിലും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണ് യേശയ്യാപ്രവാചകന്റെ പുസ്തകം. കർത്താവ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ തീ കൂടെ നടന്നു കഴിഞ്ഞാലും വെള്ളത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാലും ഇതൊന്നും നമ്മളെ തകർക്കത്തില്ല. ഈ അഗ്നിയൊന്നും നമ്മളെ ദഹിപ്പിക്കത്തില്ല. കാരണം സർവശക്തനായ ദൈവമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശയ്യാപ്രവാചകന്റെ പുസ്തകം കർത്താവ് പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് മരുഭൂമിയിൽ ഒരു വഴിയും നീരുറയും തുറക്കുവാൻ ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ എത്ര തകർന്ന അവസ്ഥയാണെങ്കിലും നമുക്ക് കർത്താവിന് താങ്ക്സ് ഗിവിംഗ് കൊടുക്കാം. താങ്ക്സ് ഗിവിംഗ് കൊടുത്തു കഴിയുമ്പോൾ അസാധ്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം അതിൽ 17 അധ്യായം അത് നമുക്കറിയാം 10 കുഷ്ഠരോഗികളുടെ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ 9 പേരും മടങ്ങി വന്നില്ല. ഒരാളൊന്ന് കർത്താവിന് മടങ്ങി വന്ന് കർത്താവിന് നന്ദി പറഞ്ഞു. അന്ന് കർത്താവ് നന്ദി ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്? നമുക്ക് കർത്താവിനോട് നന്ദി പറയാം, താങ്ക്സ് ഗിവിംഗ് പറയാം. പ്രൈസ് ദി ലോർഡ്. താങ്ക്സ് പറഞ്ഞ് നമുക്ക് അങ്ങനെ പറയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും കർത്താവ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെ അടഞ്ഞ വഴികളാണെങ്കിലും എന്തെങ്കിലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. താങ്ക്സ് ഗിവിംഗ് കൊടുക്കുന്ന ഒറ്റ കാരണത്താൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് അസുഖമുള്ള ആൾക്കാർ നമ്മുടെ അസുഖമുള്ള സ്ഥലത്തേക്ക് കൈവെക്കാനായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉത്സാഹിപ്പിക്കുന്നു. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഓൺലൈനിൽ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് പ്രത്യേകിച്ച് കർത്താവ് കാലിനും മുട്ടിന് സംബന്ധമായ വേദനയുള്ള ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. People those are watching having the pain in their knees. Heavenly Father, sprinkle your blood of Jesus Christ right now. Apply the blood of Jesus Christ right now. In Jesus' name, declare the healing right now. Shikallatu, shangallatu, rakana, shantata, patakallatu, rakana. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. In Jesus' name I pray. Shikallatu, rakana. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പ്രത്യേകിച്ച് കർത്താവ് ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തികൾ കർത്താവ് പ്രാർത്ഥിക്കുന്ന മിനിസ്ട്രി സംബന്ധമായിട്ട് കർത്താവ് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലാത്ത രീതിയിലും കർത്താവ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ യേശുവിന്റെ നാമത്തിൽ കർത്താവ് അവർക്ക് പുതിയ ജ്ഞാനം കൊടുക്കുന്നവർക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മ അഭിഷേകം കൊടുക്കുന്നവർക്ക് നന്ദി പറയുന്നു. കർത്താവ് യേശു ചർച്ചില് ഈ ആത്മാക്കളെ ബ്ലോക്ക് ചെയ്യുന്ന the spirit of darkness യേശുവിന്റെ നാമത്തിൽ കർത്താവ് I bind a cast out right now.
ഈ ആത്മാക്കളെ ചർച്ചിൽ വരുന്ന കർത്താവുണ്ട് ആത്മാക്കൾ ബ്ലോക്ക് ചെയ്യുന്ന ദുരാത്മ ശക്തികൾ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എന്ന് ചർച്ചിൽ നമ്മൾ പോകുമ്പോൾ ആ ചർച്ചിലേക്ക് തന്നെ നമ്മളെപ്പോലെയുള്ള ആൾക്കാരെ മറ്റുള്ളവർ പറഞ്ഞു വിട്ട് ആ ചർച്ചിനെ ഭിന്നിപ്പിക്കുന്ന ദുരാത്മ ശക്തി യേശുവിന്റെ നാമത്തെ, യേശുവിന്റെ തിരത്തൊഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ തിരത്തൊഴിച്ച് അപ്ലൈ ദ ബ്ലഡ് ഓഫ് ജീസസ് Christ right now. I bind a cast out right now in Jesus name. ഷക്കല്ലത്തുരക്കനി ഷന്തത്തപ്പത്തക്കല്ലത്തുരക്കനി യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. തലവേദന സംബന്ധമായിട്ട് ജോലി ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അവർക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ഒരു തലയുടെ വേദന യേശുവിന്റെ നാമത്തിൽ in Jesus name I bind a cast out right now God right now in Jesus name. ഷക്കല്ലത്തുരക്കനി ഷങ്കല്ലത്തുരക്കനി കണ്ണ് സംബന്ധം കാഴ്ച സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ വാച്ച് ചെയ്യുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ആ കാഴ്ച സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ കണ്ണിന്റെ കാഴ്ച ശക്തി യേശുവിന്റെ നാമത്തിൽ അത് വീട്ടിൽ കിട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം ആപ്ലെ. കർത്താവ് ഇന്ന് ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവിയെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തോമസ് മാത്യു, ചിനോ ജോർജ്, ഇമ്രാൻ പീറ്റർ, സോയ ചന്ദ്രൻ, പ്രൈസ് ദി ലോർഡ്. മിനി ലിം, തങ്കച്ചൻ ജോൺ, സാമുവൽ, ക്ലെയർ, ബെറ്റ്സി, ഡേവിസ്, എല്ലാ ഓരോ വ്യക്തികൾക്ക് കർത്താവ് ഞാൻ സ്വാതന്ത്ര്യം ചെയ്തു. പ്രത്യേകിച്ച് കർത്താവ് വളരെ വാച്ച് ചെയ്ത് ബ്രദർ സഞ്ജീവിനോട് സ്വാതന്ത്ര്യം ചെയ്യുന്നു. റോമേനോർത്ത് കർത്താവെ സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഓൺലൈനിൽ വാച്ച് ചെയ്ത വർഷിപ്പ് ചെയ്ത അവരോർത്ത് കർത്താവെ സ്വാതന്ത്ര്യം ചെയ്യുന്നു. I bless them, Father. I pray for them. I pray for their house and entire family, Father, in Jesus name. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ആ കേരളത്തിൽ വലിയൊരു റിവ്യൂ നടക്കാനായിട്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നു. വേൾഡ് മലയാളികളുടെ ഇടയ്ക്ക് എവിടേക്കുണ്ടോ ആ നേഷൻസ് മൊത്തം കർത്താവ് ആ നേഷൻസ് മൊത്തം വലിയ റിവൈവൽ ഉണ്ടാകട്ടെ കർത്താവ്. താമസിക്കുന്ന എവിടേക്ക് കർത്താവിന്റെ ഈ വചനം കേൾക്കുന്നുണ്ടോ, ആരൊക്കെ കേൾക്കുന്നുണ്ടോ അവിടെയെല്ലാം വലിയ റിവൈവലിനോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. പ്രത്യേകിച്ച് കർത്താവ് ഷെയ്ഖ് നേഷൻ മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. Sprinkle the blood of Jesus Christ right now. Apply the protection for them right now for the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ആരൊക്കെ മിനിസ്ട്രിക്ക് പ്രാർത്ഥനപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ബൈ പ്രേയർ, ബൈ സീഡ്, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം അപ്ലൈ, ഇൻ ജീസസ് നെയിം. Once again more I pray for me and all the work which I am doing in Jesus name. Amen. Praise the Lord. Hallelujah. പ്രത്യേകിച്ച് ദൈവത്തിന്റെ വിശുദ്ധന്മാർ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട് സംബന്ധമായ നമുക്ക് നടക്കാൻ പറ്റത്തില്ലാത്ത മുട്ട് ആരൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്യാം. നിങ്ങൾ തന്നെ ആ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമായിട്ട് പ്രാർത്ഥിക്കുക. മുട്ട് സംബന്ധം ദൈവത്തിന്റെ വിശുദ്ധന്മാർ കാണിച്ചത് മുട്ട് സംബന്ധമായ വേദനയുള്ള ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വലത് സൈഡിലുള്ള മുട്ട്, അതാണ് കർത്താവ് കാണിച്ചിരിക്കുന്നത്. വലത് സൈഡിലുള്ള മുട്ടിന് വേദനയുള്ള ആൾക്കാർ വയ്യോ സഹോദരനെ വാച്ച് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലത് സൈഡിൽ മുട്ടിലുള്ള വേദനയുള്ള സഹോദരനെ വാച്ച് ചെയ്യും. കർത്താവ് ടച്ച് ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യു വിൽ സീ ദ മിറക്കിൾ, യു വിൽ ഗെറ്റ് ദ മിറക്കിൾ റൈറ്റ്. സോ ഗോഡ് ബ്ലസ് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. Praise the Lord. Hallelujah. മീറ്റിംഗ് കഴിഞ്ഞു കേട്ടോ. മീറ്റിംഗ് താങ്ക്സ് ഫോർ ദ പ്രയർ. ഓക്കെ, പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചതിൽ ഒത്തിരി താങ്ക്സ് പറയുന്നു. ആഴ്ചയിൽ നമുക്ക് തേഴ്സ്ഡേ ഉണ്ട്, മലയാളത്തിലുണ്ട്. തേഴ്സ്ഡേ ഞാൻ പറഞ്ഞ കേൾക്കാലോ. നമുക്ക് തേഴ്സ്ഡേ അല്ല വെനസ്ഡേ മലയാളത്തിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന പാട്ട് പാടണമെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടാം. ഓക്കെ, മോസ്റ്റ് വെൽക്കം. ഓക്കെ, ഫ്രീ ഉണ്ടോ? നിങ്ങൾ ബുധനാഴ്ച ഫ്രീ ഉണ്ടോ? നൈറ്റ് ആണോ? ഈ സമയത്തല്ലേ?
ഈ സമയത്ത് എല്ലാ ദിവസവും ഈ സമയത്ത് ഫ്രീ ഉണ്ടെങ്കിൽ ഓക്കെ, മോസ്റ്റ് വെൽക്കം. ബുധനാഴ്ച ഞാൻ പറയാം പക്ഷേ ഉണ്ടെങ്കിൽ വന്നാൽ മതി, ഉണ്ടെങ്കിൽ ഫ്രീ ഉണ്ടെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ മൺഡേസ് വരും. ഓക്കെ, മൺഡേസ് വർഷിപ്പ്. ഓക്കെ, സോ താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ, അപ്പം എല്ലാ ദിവസവും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എങ്ങനെയാ ചെയ്യേണ്ട പ്രവർത്തിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഓക്കെ, കഴിഞ്ഞ എല്ലാ ആഴ്ചയും നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഒരാഴ്ചത്തെ പ്രോഗ്രാംസ് ഭാവിയിൽ നമുക്ക് വരുന്ന ആഴ്ച നമുക്ക് ഈ ആഴ്ച പ്രാർത്ഥിക്കാം, വരുന്ന ആഴ്ച നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഫാസ്റ്റിംഗ് എടുക്കുന്നതിനൊപ്പം നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് അല്പസമയം ആഴ്ചയിൽ അല്പസമയം പ്രാർത്ഥിക്കുന്നില്ല. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. പ്രൈസ് ലോർഡ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവ് മിനിസ്ട്രി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. നമ്മൾ ചെയ്യുന്ന വേല കർത്താവ് അനുഗ്രഹിക്കും. ഇപ്പം വീട്ടിലെല്ലാവരും അനുഗ്രഹിക്കട്ടെ ദൈവം. ഓക്കെ, ജോയിൻ ചെയ്യുന്നവർക്ക് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.